വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തിയിരിക്കുകയാണ്. പരീക്ഷയാണ്. ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത കുട്ടികളോട് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. പക്ഷെ നാളെ ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പേടി ഇങ്ങനെ വരും. മറ്റന്നാളെ ഈ സമയമാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കിടന്നുരുകയായിരിക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ പഠിച്ചിട്ട് തുടങ്ങാം. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. റിഫ്രാക്ഷൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന ചോദ്യമാണ് ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതാ, എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് വരാണ് അല്ലെ. ലൈറ്റ് ഇതാ ഒരു സ്ട്രെയിറ്റ് ലൈൻ റേ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്തായാലും പോകൂല അല്ലെ, ഒരു വളവും തിരിവൊന്നും ഇല്ലാതെ പോകൂല എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനൊരു ബെൻഡിങ് സംഭവിക്കും അല്ലെ. അതാണ് റിഫ്രാക്ഷൻ, അപവർത്തനം എന്ന് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ ഇതാണ് നോർമൽ എന്ന് നമുക്കറിയാലോ. ഇതാണ് നോർമൽ, ഈ വരയാണ് നോർമൽ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കുകയാണ്, ഈ പ്രകാശം, അതായത് ഇവിടെ പോകുന്ന ഈ റേ, അതായത് റിഫ്രാക്റ്റഡ് റേ നോർമലിനോട് അടുക്കുകയാണോ ചെയ്യുക, നോർമലിൽ നിന്നും അകന്ന് പോവുകയാണോ ചെയ്യുക? ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ അല്ലെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. അത് ഏത് രീതിയിലാണെന്നാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക? എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ നടന്നതെന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ നമ്മുടെ കേസിൽ തന്നെ ഇപ്പൊ എനിക്ക് ചുറ്റും എന്താണ്, എയർ ആണ് അല്ലെ. എനിക്ക് ചുറ്റും എന്താണോ അതാണ് എന്റെ മീഡിയം അല്ലെ. അപ്പോൾ ഇത് എയർ ആണ്. എയറിൽ എനിക്ക് സ്പീഡിൽ നടക്കാൻ പറ്റും, സ്പീഡിൽ ഓടാൻ പറ്റും, ചാടാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതേപോലെ സ്പീഡിൽ നമ്മളൊരു കുളത്തിലിറങ്ങിയാൽ സ്പീഡിൽ ഇങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് അവിടെയുള്ള സ്പീഡ് കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈറ്റിന്റെ കേസിലും ഓരോ മീഡിയത്തിലും ഡിഫറെന്റ് സ്പീഡാണ്. സ്പീഡിന്റെ ഒരു ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സ്പീഡ് വാക്വത്തിലാണ്, ദെൻ വെള്ളം, ദെൻ ഗ്ലാസ്, പിന്നെയാണ് ഡയമണ്ട്. ഈ 4 മീഡിയംസിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഏറ്റവും സ്പീഡ് വാക്വത്തില്, പിന്നെ വെള്ളം, പിന്നെ ഗ്ലാസ്, പിന്നെയാണ് ഡയമണ്ട് വരിക. ഈ 4 നിങ്ങൾ പഠിച്ചു പോകണം. ഇത് നമ്മുടെ സ്പീഡിന്റെ ഓർഡറാണ്. സ്പീഡ് കൂടുന്ന ഓർഡറാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡെൻസിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡെൻസിറ്റി, സാന്ദ്രതയുടെ ഓർഡർ എന്ന് പറയുന്നത്, ആർക്കാണോ ഏറ്റവും സ്പീഡ് കുറവ് അയാൾക്ക് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ആ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി. അപ്പൊ നമ്മൾ ഡെൻസർ മീഡിയം എന്നൊക്കെ പറയും. അപ്പൊ ഡയമണ്ട് ഏറ്റവും കൂടുതൽ, പിന്നെ ഗ്ലാസിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി, അത് കഴിഞ്ഞിട്ട് വാട്ടർ അല്ലെ, പിന്നെയാണ് നമ്മുടെ വാക്യൂം അല്ലെങ്കിൽ എയർ ഒക്കെ വരുന്നത്. മനസ്സിലാക്കുക. എയറിൽ അധികം അല്ലെ മോളിക്യൂൾസും കാര്യങ്ങളും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സ്പീഡിൽ പോകാൻ പറ്റും. ഡെൻസിറ്റി കുറവാണ് അല്ലെ. ഡയമണ്ടിലാണെങ്കിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്കൂൾ ബസ്സിൽ തന്നെ നമ്മൾ കയറി വിചാരിച്ചോളൂ. ആദ്യം അല്ലെ കുറെ നമ്മൾ കയറി ഒരു സീറ്റിലിരുന്നു, എന്നിട്ട് കുറെ കുട്ടികൾ വന്നു, അവർക്ക് സീറ്റൊന്നും ഇല്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെ എണീറ്റൊക്കെ നിൽക്കുക. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് എത്തി കഴിയുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് അല്ലെ എണീറ്റ് ഇങ്ങനെ ഓരോ കുട്ടികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് സ്പീഡ് വളരെ കുറവല്ലേ. കാരണം ആ ബസ്സിൽ ഡെൻസിറ്റി വളരെ കുറെ ആൾക്കാർ ഡെൻസറായിട്ട് ഇങ്ങനെ കിടക്കാണ് ബസ് അല്ലെ. എന്നാൽ അധികം ആൾക്കാരൊന്നും ഇല്ല ബസ്സിൽ, എല്ലാവരും ഇരിക്കുക. കുറെ ആൾക്കാരല്ല, അവിടെ ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങി പോരാൻ ഭയങ്കര സുഖമല്ലേ. അതുപോലെയാണ് ഡെൻസിറ്റി കൂടിയാൽ സ്പീഡ് കുറയും. സോ ദിസ് ഈസ് ദ ഓർഡർ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് മറ്റേത് കാണണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഡെൻസിറ്റി കൂടിയ ഓർഡർ നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർമ്മിക്കാൻ വേണ്ടി ഞാനൊരു കോഡ് പറയാം. ഡഗ്ലാവേ വ എന്ന് പഠിച്ചാൽ മതി. എന്താണ്? ഡഗ്ലാവേ വ എന്ന് പഠിക്കുക. ഡഗ്ലാവേ വ കേട്ടോ. ഡ ഫോർ ഡയമണ്ട്, ഗ്ലാസ് വെള്ളം, വായു കേട്ടോ. ആ ഓർഡർ മനസ്സിലാക്കണം. ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി, പിന്നെ ആ ഒരു ഓർഡർ അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് അല്ലെ, ഡെൻസറിൽ നിന്നും റെയർ അല്ലെ, അതായത് ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറവിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും, അതായത് റെയറിൽ നിന്നും ഡെൻസറിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു ഓർഡറാണ്. അത് നിങ്ങൾ ജീവിതകാലത്തിൽ മറക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ സാർ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിക്ക് ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ അല്ല എല്ലാവരുടെ അടുത്തും പൈസ ചോദിച്ച് അങ്ങനെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഈ ചേച്ചി എല്ലാവരുടെ പൈസ വാങ്ങി അവസാനം ചേച്ചി ഭയങ്കര പൈസക്കാരിയായിട്ട് മാറി. എങ്ങനെയായി? ഭയങ്കര പൈസക്കാരിയായിട്ടോ. അപ്പൊ തന്നെ ഭയങ്കര പൈസക്കാരി. അപ്പൊ ഒന്നും ഇല്ലാത്ത സമയത്ത് ആരും ഇനി ഉണ്ടായിരുന്നില്ല. പക്ഷെ പൈസക്കാരായി മാറുമ്പോൾ എന്ത് ചെയ്യും? കുടുംബക്കാരും കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെയൊക്കെ അടുത്ത് വരും അല്ലെ. എല്ലാവരും അവരുടെ അടുത്തേക്ക് വരും. അതായത് ഇതൊന്നും ഇല്ലാത്തത്, അത് നമുക്ക് റെയർ എന്ന് അല്ലെ, കുറഞ്ഞതിൽ നിന്നും എന്ന് പറയാം അല്ലെ. പൈസ ഒന്നും ഇല്ലാത്ത അവസ്ഥ, കുറഞ്ഞതിൽ നിന്നും അത് ഭയങ്കര പൈസ കൂടിയ ഒരാളായി മാറിയപ്പോൾ എല്ലാവരും അതിന്റെ അടുത്തേക്ക് വന്നു. കുറഞ്ഞതിൽ നിന്നും കൂടിയേക്ക് പോകുമ്പോൾ അടുത്തേക്ക് വരും.
ഇനി ഇത് വലിയ പൈസക്കാരിയായി, എന്നിട്ട് ഇത് കുറേ ബിസിനസ് ഒക്കെ നടത്തി, അതിൽ ഇടയ്ക്ക് ഒരു പൊട്ട ബിസിനസ് ചെയ്തപ്പോൾ അത് വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോയി അല്ലേ. പൈസക്കാരിൽ നിന്നും അതായത് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോയ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും, ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ അതിൽ നിന്ന് അകന്നിട്ട് പോകും അല്ലേ. അപ്പം എന്ത് ചെയ്യും, അകന്നു പോകും. അപ്പോൾ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്, നമ്മൾ കുറച്ച് പൈസയേ ഉള്ളൂ, നമ്മൾ വലിയ പൈസക്കാരെ കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ അടുത്തേക്ക് വരും. എന്നാൽ നമ്മൾ ഭയങ്കര പൈസക്കാരിയായിരുന്നു, പെട്ടെന്ന് നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥ ആകുമ്പോൾ എല്ലാവരും നമ്മുടെ നിന്ന് അകന്നിട്ട് പോകും അല്ലെ. അതങ്ങനെയാണ് എല്ലായിടത്തും. അതന്നെ ഇവിടെ മനുഷ്യന്മാരുടെ കേസിൽ എന്താ, അതന്നെ ഇവിടെ കേട്ടോ. അപ്പൊ നോക്കണം, നമുക്കറിയാം ഇവിടെ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് ലൈറ്റ് പോകുന്നത്, എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. എയർ എന്ന് പറയുന്നത് നമുക്ക് ഓർഡർ അറിയാം, ഡെൻസിറ്റി കുറഞ്ഞ ആളാണ്. അപ്പൊ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് പോകുന്നത്. ഒന്നുമില്ലാത്ത ആള് പെട്ടെന്ന് പൈസക്കാരായി അല്ലെ. അപ്പൊ എല്ലാവരും അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോലെ ഓടി 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 പോകും അല്ലെ. അപ്പൊ എല്ലാവരും അടുത്തേക്ക് പോകും. അപ്പൊ ഇത് നോർമലാണ് കേട്ടോ, വലയ്ക്കണം. നോർമലിലേക്ക് എല്ലാവരും അടുത്തടുത്ത് വരും അല്ലെ. നേരെ തിരിച്ചാണെങ്കിൽ നോർമലിൽ നിന്ന് ഇങ്ങനെ അകന്നകന്നകന്ന് പോകും. ആ കാര്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ പൈസക്കാരെ കാര്യം ആലോചിച്ചാലേ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. സോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, പെട്ടെന്ന് ചെയ്യുക. മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുന്നത് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. ദാ മീഡിയം 1 നിന്നും മീഡിയം ബിയിലേക്ക് ലൈറ്റ് ചെരിഞ്ഞു പതിക്കുന്നു, അതായത് റിഫ്രാക്ഷൻ, അപവർത്തനം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് മാധ്യമത്തിലാണ് അല്ലെങ്കിൽ ഏത് മീഡിയത്തിലാണ് വേഗത കൂടുതൽ? നമ്മൾ എന്താ നോക്കേണ്ടത്, നമ്മൾ ഈ ചിത്രം നന്നായിട്ട് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ റേ അല്ലെ, ഇതാണ് നമ്മളുടെ റേ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്, ശരിയല്ലേ? ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. പക്ഷെ അങ്ങനെയാണോ പോയതല്ല, ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അല്ലെ. അതായത് അടുത്തിട്ടുണ്ട്. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോയപ്പോൾ നോർമലിലേക്ക് അടുത്ത് വന്നു. അടുത്ത് വരിക, ഒരാളിങ്ങനെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പൈസക്കാരാവണം. അതായത് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വന്നപ്പോഴാണ് അടുത്ത് വരിക എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ കുറഞ്ഞത് മീൻസ് ഡെൻസിറ്റി കുറഞ്ഞ ആളാണ് മീഡിയം എ, ഡെൻസിറ്റി കൂടിയ ആളാണ് മീഡിയം ബി. ഡെൻസിറ്റി കൂടിയ ആൾക്ക് സ്പീഡ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് ആർക്കാണ്, മീഡിയം എക്ക് ഡെൻസിറ്റി കുറവാണെങ്കിൽ അയാൾക്ക് സ്പീഡ് കൂടുതലായിരിക്കും. ഇതാണല്ലോ ചോദ്യം. ഫാസ്റ്റസ്റ്റ് ഏതിലാണ് കൂടുതൽ വേഗത എന്ന് ചോദിച്ചാൽ മീഡിയം എയിലാണ് കൂടുതൽ വേഗത. അങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെറ്റാണല്ലോ? അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾ ചെയ്തു നോക്കണം. സോ ദിസ് ഇസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്ത് അറിയിക്കാൻ. അത് മാത്രമല്ല, എക്സാം വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് സമയമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മളതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും, ഏത് ചാപ്റ്റർ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ മറക്കണ്ട. ഇത് എവിടെ നിന്നാണ്? വാട്ടറിൽ നിന്നും എയറിലേക്കാണ്. അതായത് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണല്ലോ, എനിക്കറിയില്ല. അപ്പൊ അത് ചെയ്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.